ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമ്മുടെ ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ബോയ് ഫ്രണ്ടിനെ സെറ്റ് ആക്കണം. സോ നമ്മൾ ജെമിനി എടുത്തു, ജെമിനിയോട് ചോദിച്ചു, ജെമിനി തന്നു. ആൻഡ് ഞാൻ അമ്മേനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്, ഒരു വീഡിയോ എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ചെന്ന് സെറ്റാക്കാം. എന്താണെന്ന് അറിയത്തില്ല, അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. എന്താണ് നമുക്ക് ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചു നോക്കി. ആര് അല്ല എങ്ങുണ്ട് ചിരിക്കാതെ കാര്യം പറയുന്നു. അഭിനവെന്ന പേര്, കോളേജിൽ എന്റെ സീനിയറാ. അമ്മ ഇന്നലെ പറഞ്ഞല്ലോ കണ്ടിരിക്കുന്ന നല്ലതാണ്. അടികൊള്ളും കേട്ടോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതുകൊള്ളല്ലോ കണ്ടു നോക്ക്. ഇവിടെ നല്ല പരിചയം തോന്നുന്നുണ്ട്. നിന്റെ ഫോട്ടോ തന്നെയാണോ ഇനിയത്? ഞാനല്ലേ അതായി നിൽക്കുന്നത്. അത് കണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നീ ഇന്നലെ ഇരുന്നുണ്ടാക്കിയതാണ്. അല്ല നോക്ക്, ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോലെ ഓടുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? ഇത് നിന്റെ ഫോട്ടോ തന്നെയാണോ? ഇതൊക്കെ വെച്ച് വെച്ചാണോ? നോക്ക്, സ്കൂം ചെയ്ത് നോക്ക്. അത് ഞാനാണ്. അതൊന്ന് നോക്കി ചേച്ചി. കാര്യം എന്തായാലും ഇത് കൂടെ പറയാലോ. താല്പര്യമില്ല. അങ്ങനെയല്ല, ഞാൻ ആര് അജുവേ, ഇത് അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അജുവേ, ഇത് കറക്റ്റ് കാര്യം പറ. ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി അമ്മ ഇങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എന്തായാലും എന്ന് പറയാൻ പറ്റും. പിന്നെ എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. അമ്മനെ വിളിച്ചാലോ, അമ്മ നല്ല ആളാ. അമ്മ എന്തെങ്കിലും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു വലിയ പരിപാടി. ഇതാരാന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട്? അഭിനവ് എന്റെ സീനിയറാണ്. ഇതിപ്പോ അവിടെ പഠിക്കുന്നുണ്ടോ? ഏത് ഇതില്? ബികോം തേർഡ് ഇയറില്. അഭിനവ്, ബാക്കി കാര്യം കൂടെ പറ. ഞാൻ സ്കൂളിൽ വരാം, അന്വേഷിക്കും. അഭിനവ്, ഇതിന് വീട് എവിടെയാ? നീ എന്നിട്ട് എന്നും കണ്ട് സംസാരിക്കുവോ? ഇടയ്ക്കിടയ്ക്ക്. അല്ല, നീ എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയല്ലോ. എന്നിട്ട് ഇത് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇത് പറഞ്ഞത്. ഇതല്ലേ ആദ്യം പറയണ്ടേ? മറ്റുള്ളവരൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് എന്നോട് പറയേണ്ട ഇതല്ലായിരുന്നോ? ഇപ്പൊ പറഞ്ഞല്ലോ. അത് ഇഷ്ടമായിരുന്നു വയ്ക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ ഇഷ്ടമില്ല. അതെന്നാ പാവം. ഈ ഫോണൊക്കെ എവിടെ നിന്ന് വിളിക്കുന്നതൊക്കെ അങ്ങനെയാണോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കളിപ്പിക്കുന്ന തന്നെ. അല്ല, കളിപ്പിക്കുന്നൊന്നുമില്ല. ശരിക്കും അതാ സീരിയസ് ആയിട്ട്. പക്ഷെ അമ്മയോട് പറഞ്ഞു ശരി. എന്റെ അച്ചു, ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇടുവല്ലോ അല്ലേ? കോളേജിൽ എല്ലാവരും കാണുമല്ലോ, മിസ്സുമാരും സാറൊക്കെ കാണുമല്ലോ. ഇത് പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. അല്ല, അത് അങ്ങനെ പോകത്തില്ല. എനിക്കറിയാം. അല്ല, ഞാനിങ്ങനെ പോകുന്നു. എനിക്ക് എന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്കെന്തോ. ഇതെവിടെ വെച്ചെടുത്താ? കോളേജ് വെച്ച് നോക്ക്, പുറകില് കോളേജ് വെച്ച്. നിന്റെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ചേർത്ത് വെച്ചതാരാ? നീ തന്നെയല്ലേ? അല്ല, അമ്മ. ഇത് റിയൽ അമ്മ ചേർത്ത് വെച്ചൊന്നും അല്ല. നോക്ക്, വെട്ടിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കും. അയ്യോ, അച്ഛക്കോടെ കണ്ട കാണിക്കും. കള്ളത്തരമല്ല അച്ചു.
അല്ല കള്ളത്തരമാണിത്. അല്ല അല്ല, ഇത് കള്ളത്തരം. ഇന്നലെ അമ്മ പറഞ്ഞാണ് എന്നോട് ഒരാളെ കണ്ടു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ എല്ലാ പിള്ളേരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷെ അത് അവരറിഞ്ഞിരിക്കുന്ന നല്ലതാ, അതുകൊണ്ട് പറഞ്ഞതാ. ഓടിപ്പോയ അങ്ങനെ അല്ല, ഓടിപ്പോയതൊന്നും അല്ല. അല്ലല്ല, ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞ് ഉടനെ ഉള്ള ഒരു ഫോട്ടോയും എടുത്ത് വെച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്തോണ്ട് വെച്ചോ. നീ ഫോട്ടോ എടുത്തില്ലേ? ഞങ്ങൾ അന്ന് എടുത്ത ക്രിസ്മസിന്റെ. ഞാൻ ചുമ്മാ പറഞ്ഞ, ശരിക്കും പറഞ്ഞു. നീ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. ചെയ്യുന്ന കുട്ടിയല്ലോ. അതെന്താ ചേച്ചി? അമ്മ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങക്ക് മനസ്സിലാവാത്തതാണ് എങ്ങനെ കാര്യങ്ങൾ. ഞാൻ നാളെ അങ്ങോട്ട് പൊക്കും. ഇല്ല കാര്യങ്ങള് ഇല്ല. അല്ല പിന്നെ അല്ല, നിങ്ങൾ സമ്മതിക്കണ്ടേ? അല്ലേ മുമ്പോട്ട് പോകാൻ പറ്റും. സമ്മതമില്ലെങ്കിലും സമ്മതിക്കണം. ഞാൻ സ്നേഹിച്ച ആളുടെ എനിക്കിഷ്ടമുള്ള ആൾക്കാരെ അമ്മയെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ വന്ന് തപ്പി പിടിക്കൂടി. ഞാൻ കോളേജ് വരട്ടെ. ഇതിനാണ് കോളേജ് പിള്ളേരെ വരുന്നത്. ഞാൻ അതമ്മ അവരും അമ്മയോടാ ചോദിക്കും. ഞാൻ ഇത് വിശ്വസിക്കത്തില്ല. അതന്നെ, നീ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ പിന്നെ എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവനെയാണോ പൊടി? ഇത് നിങ്ങൾ എല്ലാവർക്കൊക്കെ അറിയാം. അല്ല, അത് ഇത് ഒപ്പായി പോകണം. അതെ, നിനക്കറിയാം. അതല്ല ഞാൻ ചോദിച്ച, അച്ഛൻ അങ്ങനെ പോകുന്ന ആളല്ലല്ലോ. എങ്ങനെ പോകുന്ന ആളേക്ക് സ്നേഹം തോന്നിക്കിടും. പുള്ളിക്ക് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞമ്മ. ആരോട് പറഞ്ഞു? എന്നോട്. എന്ന്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അന്ന് ഇതെടുത്തപ്പോ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. ശരിക്കും എനിക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നോ പിന്നെ ലഡു പോലെ. എന്നിട്ട് നീയും പറഞ്ഞു? എനിക്കറിയത്തില്ല, രോഗം ഇതെങ്ങോട്ടാണോ മനസ്സിലാവുന്നില്ല. കൈവിട്ട് പോയോ അച്ചു നീ? ഇത് സത്യമാണെങ്കിൽ അച്ചു എന്തുകൊണ്ട് ഇത്ര നാൾ എന്നോട് പറയാതെ? അമ്മ ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളിക്കാരൻ എന്നെ ഇതാക്കിയത് 2-3 ദിവസം. അപ്പം ഞാന് പിന്നെ അമ്മയോട് എങ്ങനെ പറയാന്നുള്ള രീതിയിൽ നിൽക്കുക. പിന്നെ അമ്മ എന്നെയും കൂടെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ അമ്മയോടാണ്. അന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ അവരോട് പറഞ്ഞ ഇതെന്നെ പ്രപ്പോസ്. അച്ചു ഇത് എന്നിട്ട് നീ ഇതിലിടാനുള്ള പരിപാടിയാണോ? ഈ ഇത് കാണുന്നവര് മുഴുവൻ ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുവേ. കള്ളത്തരം കാണിച്ചേച്ച് ഉള്ള കാര്യം പറയാം. ഇതങ്ങനെയൊന്നുമല്ല. സ്കൂള് മൊത്തം ഇതാരാ? നീ തന്നെ ഇല്ലേടി അച്ചു? അത് അമ്മ അങ്ങനെ ഇരിക്കാ. പിന്നെ എല്ലാവരും ഇടുന്നുണ്ടല്ലോ അവരുടെ ബോയ് ഫ്രണ്ടിനെ അവരുടെ അമ്മയോട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ എനിക്കെന്താ ഇട്ടാൽ ഞാൻ ഇട്ടു, അത്രയുള്ളൂ. ഇത്ര നാളും എല്ലാവരുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, നല്ല കുട്ടി എന്നുള്ള ഇതുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ആൾ നല്ല കൊച്ചുങ്ങളല്ലേ. അമ്മേനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് അയാളെ ഞാൻ സ്നേഹിക്കുന്നത്. ഞങ്ങൾ അന്ന് നിങ്ങൾ 3 പേര്. പക്ഷെ അമ്മ അവനെ എനിക്ക് ഒരുപോലെ. അവന് ഒരുപോലെയാണോ? അച്ചുള്ള സത്യം പറയാച്ചു. അച്ചുള്ള സത്യം പറയാച്ചു. ഇതല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. ഈ കൊച്ചിന്റെ ഫോൺ നമ്പർ എനിക്കിതാ. വഴക്കൊന്നും പറയാനല്ല, ഞാൻ തന്നെ. ഞാൻ വിളിക്കട്ടെന്നേ. അറിയാകില്ല. അല്ല അല്ല അമ്മ, ഇതേ ഈ അച്ചു ഇപ്പൊ ഏടെ ഒക്കെ കാലം വെച്ചു, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അമ്മ അത് അല്ല. ആണെങ്കിൽ അതിന്റെ വാട്ടർമാർക്ക് വരും. അതൊന്നും വന്നിട്ടില്ല. കോളേജിന്റെ തൊട്ട് മുമ്പിലല്ലേ ഞാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാ ആവുന്നത്? അമ്മയുടെ മുമ്പ് വരാതിരിക്കുന്നത്. അതിന് ബാക്കിയല്ല അതിന്റെ മുന്നിൽ വന്നു. സങ്കടായോ അമ്മ? അതിനൊരു സങ്കടമാണ്. അപ്പൊ സന്തോഷിക്കല്ലേ. എന്നെ ചെറുക്കനെ അമ്മ കണ്ടുപിടിക്കാൻ ആവശ്യമില്ലല്ലോ. ഞാൻ കണ്ടുപിടിച്ചില്ലേ. ഏതാ? കള്ളത്തരം ആയതുകൊണ്ടാ. ഇത് ശരിക്കുള്ള റിയൽ അല്ല. അതുകൊണ്ട് നീ ഇതുകൊണ്ട് മുന്നോട്ട് വെക്കും. റിയൽ അല്ലെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് നീ മുന്നോട്ട് വെക്കും. അമ്മ റിയൽ ആണെന്ന് പറ. അമ്മ റിയൽ അല്ല. അച്ഛനെ കൊണ്ട് കാണിച്ചു അമ്മ കൺവീൻസ് ആക്കണം. പിന്നെ ഞാൻ പറയട്ടെ. അമ്മ പറയാം. അമ്മ
ഇതൊന്നും എൻ്റെ പണിയല്ല, പോടുന്നു. നമ്മുടെ കൊച്ചിൻ്റെ കാര്യമല്ലോ. അമ്മയുടെ കൊച്ചിനെ അമ്മ പഠിപ്പിക്കാനാ വിട്ടത്, അല്ലാതെ കൊച്ചക്കന്മാരെ നോക്കാനല്ല വിട്ടത്. അച്ചോ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് അമിതമായ നിന്നിലൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. അച്ഛൻ അങ്ങനെ പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാൻ വിശ്വസിച്ചില്ലല്ലോ. അമ്മ വിശ്വസിച്ചു. എന്റെ മോളെ ഞാൻ വിശ്വസിക്കത്തില്ലെന്നതാ പറഞ്ഞത്. ഇത് ആരുടെ ഫോട്ടോ? അത് ജമിനെ അത് വെച്ചിട്ടാണ്. അത് ഞാൻ ചോദിച്ചല്ലേ. ഇപ്പൊ മനസ്സിലൊരു ആശ്വാസം കൊടുക്കണം. അതിനൊരു പേരും കണ്ടുപിടിച്ച്. എനിക്ക് സീനിയർ എന്ന് പറയണം, അഭിനവ് എന്ന് പറയണം, വേറെ ഒന്നും എനിക്ക് മനസ്സിലില്ല. ഒന്നും പുറത്ത് ചോദിക്കും ഞാൻ. ചിരിച്ചെന്ന് ചിരിച്ച് അച്ഛനെ അങ്ങനെ അല്ല പറയേണ്ടത്. ആ ഫോട്ടോ ആദ്യം കാണിച്ചു കൊടുക്കാൻ അവളല്ല, അഭിനവ്. പെൺകൊച്ചി ഇവളാ. അച്ഛാതെ വിശ്വസിച്ചു. പിന്നെ ആ ചെറുക്കൻ എവിടെയുള്ളാന്ന് ചോദിച്ചപ്പോ അല്ലേ അനൂപ് അച്ഛാ അവസാനം എന്തെങ്കിലും ഒരു ടൈം വന്ന് നിർത്താനാണ് പറഞ്ഞു. ബൈ ബൈ.